യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. കർത്താവായ യേശുവേ, അങ്ങയുടെ അനന്തമായ കരുണയോർത്ത്, അനന്ത സ്നേഹത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഷാലോമിൻ്റെ പ്രേക്ഷകരെ മുഴുവൻ സമർപ്പിക്കുന്നു. ഷാലോം ടെലിവിഷൻ ചാനലിനെയും ഷാലോമിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് മുറിവേറ്റ കരം നീട്ടി അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവ്, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ അനേക വ്യക്തികളെ അങ്ങ് തൊടണമേ, അനേകരെ അങ്ങ് ശക്തിപ്പെടുത്തണമേ, അനേകരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അങ്ങ് അഭിഷേകം ചെയ്യണമേ. ഈ ഒക്ടോബർ മാസം ഫ്രാൻസിസ് മാർപ്പാപ്പ അസാധാരണമായ മിഷൻ മാസമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. അതിവിശേഷമായിട്ട് മിഷനു വേണ്ടി പ്രവർത്തിക്കണം. അതാണ് പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നതായ ഒരു നിർദ്ദേശം. മാമോദീസ എന്ന കൂദാശയിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറിയ ഓരോ വ്യക്തിയും മിഷനറിയാണ്. മിഷൻ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരും കടപ്പെട്ടവരുമാണ്. നമുക്കതിന് കടമയുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ, ദൈവരാജ്യത്തെക്കുറിച്ച് പറയുവാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-16 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പനയായത്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമൊന്നുമില്ല. ഈ സുവിശേഷം യേശുക്രിസ്തുവാണ് ദൈവമെന്നും രക്ഷകനെന്നുമുള്ള ഈ സത്യസുവിശേഷം എല്ലാവരും കേൾക്കണം. എല്ലാവരെയും അറിയിക്കാനായിട്ട് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുക. സുവിശേഷം പ്രസംഗിക്കാതിരിക്കുന്നവന് ദുരിതമെന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അത് സുവിശേഷം പ്രസംഗിക്കുക, അത് നമ്മുടെ കടമയാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യമാണ് ഈ സുവിശേഷം കൊടുക്കുക എന്നുള്ളത്.
ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അത് കേട്ട് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ സത്യസുവിശേഷത്തെ ആര് നിഷേധിക്കുന്നുവോ, ആര് തള്ളിക്കളയുന്നുവോ, അവർ അവരുടെ ശിക്ഷാവിധി സ്വയം ഏറ്റുവാങ്ങുകയാണ്. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണം, യേശുവിൻ്റെ സഭയോട് ചേരണം. അങ്ങനെയാണ് രക്ഷയിലേക്ക് ഒരു വ്യക്തി വരുന്നത്. അത് സുവിശേഷ വേലയുടെ പ്രാധാന്യം ഈ മാസം നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ഈ സുവിശേഷം ഏതു വിധേനയും ലോകത്തിന് കൊടുക്കണം. എല്ലാവരുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു വരണം, എല്ലാവരുടെ ഹൃദയങ്ങളിൽ സമാധാനവും സന്തോഷവും വരണം. യേശു ക്രിസ്തുവാണ് മാനവരാശിയുടെ ഏകരക്ഷകനെന്നും സത്യദൈവമെന്നും എല്ലാവരും തിരിച്ചറിയണം. ലോകത്തിന് സുവിശേഷം കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം. രണ്ട് കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥിക്കുകയും ചെയ്യണം, പ്രവർത്തിക്കുകയും ചെയ്യണം. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അഭിഷേകവും ശക്തിയുമൊക്കെ പരിശുദ്ധാത്മാവ് നൽകും. ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകം ചെയ്ത് സുവിശേഷം പ്രസംഗിക്കാൻ തക്കവണ്ണം ബലപ്പെടുത്തി ഉയർത്തുന്നത്. ഒരു വ്യക്തിയിൽ ആത്മാവ് നിറഞ്ഞ് ആത്മാവിൻ്റെ ശക്തിയിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. ഈ സുവിശേഷം നമ്മൾ ലോകത്തിന് കൊടുക്കണം. ക്രിസ്തുവിനെ കേൾക്കാത്ത, ക്രിസ്തുവിനെ അറിയാത്ത കോടാനുകോടി മനുഷ്യരുണ്ട്. അവരിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് എല്ലാ വഴികളും തുറക്കപ്പെടണം. പ്രത്യേകിച്ച് മീഡിയയിലൂടെയുള്ള ശുശ്രൂഷ ശക്തമാവണം. നമുക്കറിയാം, ശാലോമിനെ ദൈവം ഉയർത്തിയത് മീഡിയയിലൂടെയാണ്. ടെലിവിഷനും മറ്റെല്ലാ മേഖലയിലും ശക്തമായിട്ട് ശാലോമിനെ ദൈവം അനുഗ്രഹിച്ചു ഉയർത്തി. ശാലോമിലൂടെ വലിയൊരു ശുശ്രൂഷ തുറക്കപ്പെട്ടു. ഇതിലൂടെ ജനകോടികൾ ക്രിസ്തുവിനെ അറിഞ്ഞു. ഏതു വിധത്തിലും ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാനായിട്ട്, പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെ, മീഡിയയിലൂടെ ക്രിസ്തുവിനെ കൊടുക്കാനായിട്ടുള്ള വലിയ ഒരു പ്രയത്നം നമുക്ക് ആവശ്യമുണ്ട്. ദൈവം മനുഷ്യൻ്റെ ബുദ്ധിയിലും കഴിവിലൂടെയും ലോകത്തിന് നൽകിയിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും, ടെലിവിഷൻ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, എന്തുമാവട്ടെ എല്ലാം, എന്തൊക്കെ ദൈവം തൻ്റെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ തന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ, ഇതെല്ലാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഇന്ന് ഇവയൊക്കെ ഒത്തിരിയേറെ തിന്മയുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട്, നമുക്കറിയാം. പക്ഷെ നമ്മൾ അത് സുവിശേഷം കൊടുക്കുന്നതിന് വേണ്ടി, നന്മ ചെയ്യുന്നതിന് വേണ്ടി ശക്തമായിട്ട് എല്ലാ മീഡിയകളെയും ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. യേശു ഗ്രാമപ്രദേശങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അവൻ തൻ്റെ 12 പേരെ അടുത്തു വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. യേശു തൻ്റെ അപ്പസ്തോലന്മാരെ വിളിച്ചു. എന്നിട്ട് അവർക്ക് അധികാരം കൊടുത്തു അശുദ്ധാത്മാക്കളുടെ മേൽ. ഈ 2 പേരായിട്ട് അവരെ അവൻ അയക്കുവാൻ തുടങ്ങി. 2 പേരെ വീതം അവൻ
ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ, യേശു രക്ഷകനെന്ന സത്യത്തെ എല്ലാവരോടും പങ്കുവയ്ക്കാനായിട്ട് അവരെ പറഞ്ഞയച്ചു. അവർ ഈ 2 പേരായിട്ടാണ് പോയിരുന്നത്. അതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ 2 പേരെ വീതം കർത്താവ് പറഞ്ഞ് അയച്ചത്? സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായിട്ട് അധ്വാനിക്കാനായിട്ട് സാധിക്കും. 2 പേര് ഒന്നിച്ച് സുവിശേഷ വേലയ്ക്ക് പോകുകയാണെങ്കിൽ 2 പേർക്കും കൂടെ ഒന്നിച്ച് കൂടുതൽ അധ്വാനിക്കാൻ സാധിക്കും. ഒരാൾ ബലഹീനനാകുമ്പോൾ മറ്റേയാൾക്ക് ബലപ്പെടുത്താൻ സാധിക്കും. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റേയാളിൽ നിന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ സാധിക്കും. 2 പേർക്കും അവരുടെ ചിന്തയിലും കഴിവിലുമൊക്കെ ആയിട്ട് നന്നായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും. ഒറ്റക്കായിരിക്കുമ്പോൾ വീണാൻ താങ്ങാൻ ആരുമുണ്ടാവത്തില്ല. നോക്കുക, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിത്തിരിച്ച് പലരും, ഒറ്റയാൾ പട്ടാളമായിട്ട് കടന്നുപോയ പലരും ഇന്ന് സുവിശേഷ പ്രഘോഷണ രംഗത്തില്ല. പലരും വീണുപോയി. പലരെയും പിശാച് ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റി ആസക്തിയിലേക്കും ലോകമോഹങ്ങളിലേക്കുമൊക്കെ വീഴ്ത്തി പല സുവിശേഷകരെയും തകർത്തു കളഞ്ഞു. ഇതും ഒരു ആത്മീയ സത്യം തന്നെ. ഒരു ഒറ്റയാനെ പോലെ പോകാതെ ഒരു കൂട്ടായ്മയിൽ ഒന്നിച്ചു നിന്ന്, പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ഒന്നിച്ചു നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പിശാചിൻ്റെ എല്ലാ എതിർപ്പുകളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോടൊപ്പം ഒരു വലിയ സമൂഹം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കാരണം സുവിശേഷ വേല എന്ന് പറയുന്നത് നമ്മൾ ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിലാണ്. പിശാചാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഈ നാരകീയ ശത്രുവിനെതിരെയുള്ള പോരാട്ടം തന്നെയാണ് സുവിശേഷ വേല, സുവിശേഷ പ്രഘോഷണം. ഈ സത്യസുവിശേഷം ലോകത്തെ അറിയിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ മുതൽ തന്നെ തടസ്സങ്ങൾ പിശാച് എന്തെങ്കിലുമൊക്കെ ഒരുക്കും. ഇവിടെ പ്രാർത്ഥിച്ച് നമ്മൾ ശക്തി പ്രാപിക്കണം. ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ഉയരണം. ദൈവരാജ്യ ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്നും മധ്യസ്ഥം പ്രാർത്ഥിക്കണം. എല്ലാ സുവിശേഷകരെയും, ദൈവവേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. വൈദികർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും സുവിശേഷം പ്രസംഗിക്കുന്ന ആത്മാർക്ക് വേണ്ടിയൊക്കെ നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. നമ്മളത് ചെയ്യണം. ഒറ്റക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവൻ്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ഒരു അഗ്നിയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ഒരു അഗ്നിയുണ്ട്. എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ അഭിഷേകം ചെയ്യും. അഗ്നിയാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും. നമ്മുടെ ഉള്ളിൽ ഒരാത്മാവിൻ്റെ തീ കത്തണം. ഒരു പരിശുദ്ധാത്മാ അഗ്നി നമ്മിൽ കത്തിജ്വലിക്കണം. സഭാപിതാക്കന്മാർ അവർ ആത്മാവിൽ കത്തിജ്വലിച്ച് ഗുഹകളിലും മരുഭൂമിയിലുമൊക്കെ താപസ ജീവിതം നയിച്ചവരാണ്. ലോകവുമായിട്ടുള്ള ബന്ധമൊക്കെ വിട്ട് അങ്ങനെ ജീവിച്ച അനേകം സഭാപിതാക്കന്മാർ വലിയ ആത്മാഭിഷേകമുള്ളവർ, വലിയ ദൈവശക്തിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത ദിവസം സഭാപിതാക്കന്മാരെ കുറിച്ചൊരു പുസ്തകം വായിക്കുവാനായിട്ട് ഇടയായി. അതിനകത്ത് വായിച്ച ഒരു സംഭവം ഞാൻ പങ്കുവെക്കുക. സഭാപിതാവായ ആബ്ബ ജോസഫിൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ വികാരങ്ങളെ ഞാൻ ശുദ്ധമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്, എനിക്ക് സാധിക്കുന്നത് പോലെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു,
സഹോദരങ്ങളെ സ്നേഹിക്കുന്നു. ലോകത്തിൻ്റെ വ്യാമോഹങ്ങളിലൊന്നും ഉൾപ്പെടാതെ ഞാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? മരുഭൂമിയിൽ ജീവിക്കുന്ന ആബാ ജോസഫ് എന്ന ആ പിതാവ് പറയുകയാണ്, അദ്ദേഹം തൻ്റെ 2 കൈകളും ഉയർത്തിപ്പിടിച്ചു, 10 വിരലുകളും അകത്ത് പിടിച്ചു. ആ 10 വിരലുകളും പന്തം പോലെ കത്തുവാൻ തുടങ്ങി, തീപ്പന്തം പോലെ കത്തുകയാണ്. ആബാ ജോസഫ് ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതുപോലെ നീ പൂർണ്ണമായിട്ടും അഗ്നിയായിട്ട് കത്തണം. എൻ്റെ വിരലുകൾ പന്തം പോലെ കത്തുന്നു, നീ പൂർണ്ണമായിട്ടും അഗ്നിയായിട്ട് കത്തണം. പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് അഗ്നിയായിട്ട് കത്തുന്ന വ്യക്തിയായിട്ട് മാറണം. നോക്കുക, എത്ര ശക്തമാണ്! ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ അഗ്നിപന്തങ്ങളായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. തീപ്പന്തങ്ങളായിട്ട് മാറണം. വചനം പറയുന്നുണ്ട് ഹെബ്രായ ലേഖനത്തിൽ, എൻ്റെ ശുശ്രൂഷകരെ ഞാൻ തീനാളങ്ങളാക്കും. തീനാളങ്ങൾ പിന്നീട് തീപ്പന്തങ്ങളായിട്ട് മാറുക. ഒരു തീനാളം മതി, അത് കത്തി വളർന്ന് 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 ഒരു തീനാളം കൊണ്ട് മറ്റു പലതിലേക്കും തീ കൊടുക്കാനായിട്ട് സാധിക്കും. തീനാവായിട്ട് പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വന്നത്, അഗ്നിനാവായിട്ടാണ് ഇറങ്ങി വന്നത്. ഞാൻ നിന്നെ തീനാളമല്ല, തീ പന്തമായിട്ട് മാറ്റും. ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഏറെ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതുമാത്രം പോരാ, ഈ സുവിശേഷം ലോകമെങ്ങും വ്യാപരിക്കാൻ, ഈ സുവിശേഷത്തിൻ്റെ അഗ്നി ലോകമെങ്ങും കത്തിപ്പടരാൻ വേണ്ടി എല്ലാവരും മധ്യസ്ഥം പ്രാർത്ഥിക്കണം. അസാധാരണമായ മിഷൻ മാസം ഒക്ടോബർ കഴിയുമ്പോൾ നവംബർ ഡിസംബർ മുതൽ നമ്മൾ ചടഞ്ഞു കൂടിയിരിക്കേണ്ടവരല്ല. ഈ അസാധാരണമായ മിഷൻ മാസത്തിൽ വലിയൊരു അഭിഷേകം പ്രാപിച്ചുകൊണ്ട് വരും കാലഘട്ടങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നവരായിട്ട് മാറണം. ഒറ്റക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. ഉണ്ടോ? നീ ഒറ്റക്കാണെങ്കിൽ പിശാചു നിന്നെ കീഴ്പ്പെടുത്താൻ വളരെ സാധ്യതയുണ്ട്. തെറ്റുകളിലേക്ക് പോകാൻ വളരെ സാധ്യതയുണ്ട്. ഒറ്റക്കാണെങ്കിൽ നിന്റെ പ്രസംഗവും അല്ലെ പഠനങ്ങളൊക്കെ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കൂട്ടായ്മയിൽ സഭയോട് ചേർന്ന് എപ്പോഴും നിൽക്കുവാൻ നമുക്ക് മനസ്സുണ്ടാവണം. അതിനുള്ള എളിമയാണ് ഒരു സുവിശേഷ വേലക്കാരന് ആദ്യം വേണ്ടത്. സഭയോട് ചേർന്ന് എളിമയോടെ നിൽക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയണം. യേശു തൻ്റെ ശിഷ്യന്മാരെ ഈ 2 പേരെയായി അയക്കുകയാണ്. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. അവിടെ പറയുക, യാത്രയ്ക്ക് വടി എടുക്കണം. മോശയോട് പറയുക, ദൈവം പറഞ്ഞു, നീ ആ വടി കയ്യിലെടുക്കുക. അതൊരു അധികാരമാണ്. സ്വർഗം കൊടുത്ത, മോശയ്ക്ക് കൊടുത്ത അധികാരം. ഇവിടെ പുതിയ നിയമത്തിലും അതിനെ യേശു പറയുന്നത്, യാത്രയ്ക്ക് വടി കയ്യിലെടുക്കുക. സ്വർഗം തരുന്ന അധികാരം, പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് സ്വന്തമാക്കുന്ന അധികാരം. പിശാചിന്റെ മേൽ, ലോകത്തിൻ്റെ മേൽ, ജഡത്തിൻ്റെ മേൽ അധികാരം. അത്ഭുതങ്ങൾ ചെയ്യാൻ, രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ, പിശാചിനെ ബന്ധിക്കുവാൻ അധികാരം. വടി നീ കയ്യിലെടുക്കുക. ദൈവരാജ്യ വേല ചെയ്യുന്ന എല്ലാവരും സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് 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 അധികാരം നേടിയെടുക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് അധികാരവും ശക്തിയും അഭിഷേകവും ഒക്കെ നൽകും. അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. അപ്പം നീ കരുതണ്ട. നിനക്ക് വേണ്ട ഭക്ഷണം, നീ സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തിയാണോ, നിനക്ക് വേണ്ട ആഹാരം ദൈവം കൃത്യമായിട്ട് നിനക്ക് എത്തിച്ച് തരും.
സഞ്ചി നീ കയ്യിലെടുക്കണ്ട. എന്തെങ്കിലും കൊണ്ടുപോകാനോ വാങ്ങാനോ ഒന്നും നിന്റെ കയ്യിൽ സഞ്ചിയുടെ ആവശ്യം ഇല്ല. അത് കഴിഞ്ഞ് ഓർപ്പിക്കുന്നു, പണവും കരുതരുത്. നീ പണം കരുതണ്ട. നിനക്ക് വേണ്ടത്, നിന്റെ ആവശ്യത്തിന് വേണ്ടത് കർത്താവ് തരും. ഹല്ലേലൂയ. അപ്പം കർത്താവാണ് ഒരു സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തിയെയും കുടുംബത്തെയും കരുതുന്നത്. ഒരു വ്യക്തി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ കുടുംബത്തെ ദൈവം ഏറ്റെടുക്കുകയാണ്. പിന്നെ ആ കുടുംബത്തിൻ്റെ മേല് കർത്താവാണ് നോക്കുന്നത്. ആ കുടുംബത്തെ കർത്താവാണ് നടത്തുന്നത്. അത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു കുടുംബവും ഇന്ന് വരെ നശിച്ചിട്ടില്ല. നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. സുവിശേഷ വേലയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് ദൈവസന്നിധിയിലേക്ക് കരങ്ങളൊന്ന് ഉയർത്തി സ്തുതിക്കാം. സുവിശേഷ പ്രസംഗങ്ങൾക്ക് വേണ്ടി, ദൈവരാജ്യ വേല ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മുടെ ഈ രാജ്യത്ത് തന്നെ അനേകർ മിഷൻ പ്രദേശങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ സുവിശേഷ പ്രസംഗങ്ങളുടെ മേൽ കണിയായിരിക്കണമേ. മിഷൻ പ്രദേശങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്നവർ, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ, അവരെ ശക്തിപ്പെടുത്തണമേ. സുവിശേഷ വേല ചെയ്യുന്ന എല്ലാവരുടെ കുടുംബങ്ങളെ, അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ ഉണരട്ടെ. സുവിശേഷ വേല ചെയ്യാനുള്ള വലിയ ഒരു അഭിഷേകം സഭയുടെ മക്കൾക്ക് ഉണ്ടാവട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. ഉണ്ടോ? ചെരുപ്പ് ധരിക്കാം. ഒരുപക്ഷെ ഏറെ ദൂരം നടക്കാൻ ഉള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും. ചെരുപ്പ് ധരിക്കാമെന്നാണ് പറയുന്നത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പ് ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുന്നത് വരെ ആ വീട്ടിൽ താമസിക്കാം. ഒരു ദേശത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടെ ദൈവഭക്തിയുള്ള, ദൈവഭയമുള്ള ഒരാളെ കണ്ടുമുട്ടിയാൽ ആ വീട്ടിൽ അവരോടൊപ്പം ആയിരിക്കും അവിടെ വിട്ടുപോകുന്നവരെ. അതാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ കറങ്ങിത്തിരിഞ്ഞ് നടക്കാനായിട്ട് പാടില്ല. സുവിശേഷ വേലയ്ക്ക് പോയിട്ട് ലോകത്തിൻ്റെ കാഴ്ചകൾ കണ്ടു നടക്കുക, ഇതല്ല നമ്മുടെ ദൗത്യം. സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്ന വ്യക്തി പ്രാർത്ഥനയുടെ മനുഷ്യനായിരിക്കണം. തൻ്റെ ശുശ്രൂഷ ചെയ്യുകയും ശുശ്രൂഷയിൽ പങ്കെടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാഹചര്യമുണ്ടെ പ്രാർത്ഥിക്കുകയും അതിനുശേഷം വ്യക്തിപരമായിട്ട് സുവിശേഷ വേല ചെയ്യുന്നവർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങണം. പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന്, ആരാധനയുടെ മുൻപിലിരുന്ന് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കാനൊക്കെ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ, ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. നീ ഒരു ദേശത്തു ചെല്ലുമ്പോൾ ആ ദേശത്തെ ജനങ്ങൾ നിന്നെ നിരാകരിച്ചാൽ, നിന്നെ സ്വീകരിക്കാതിരുന്നാൽ, നിന്റെ വാക്ക് അവർ ശ്രദ്ധിക്കാതിരുന്നാൽ, നിന്റെ വാക്കിന് അവർ ചെവി കൊടുക്കാതിരുന്നാൽ, നിന്റെ വാക്കുകൾ അവർ സ്വീകരിക്കാതിരുന്നാൽ എന്തു ചെയ്യണം? നിന്റെ കാലിലെ പൊടി അവർക്കെതിരെയുള്ള സാക്ഷ്യത്തിനായിട്ട് തട്ടിക്കളയാനാണ് പറയുന്നത്. എന്നിട്ട് പോരുക. കാരണം നിന്നെ ഏൽപ്പിച്ചതൊരു ദൗത്യമാ. നീ നിന്റെ ദൗത്യം ചെയ്യുന്നു, ബാക്കി ചെയ്യുന്നു ദൈവമാണ്. അത് സുവിശേഷ വേല പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ. ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ടോ മിടുക്കുകൊണ്ടോ ആരെയും മാനസാന്തരപ്പെടുത്താൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ വാക്ചാതുര്യം കൊണ്ട് ആർക്കും മാനസാന്തരം ഉണ്ടാവത്തില്ല. ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ട് രോഗശാന്തി അത്ഭുതങ്ങളൊന്നും നടക്കത്തില്ല. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. വചനം സ്ഥിരീകരിക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കർത്താവ് ചെയ്യും. സുവിശേഷം കേൾക്കുന്ന അനേകർ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കും. അങ്ങനെ അനേകർ ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് മാറും. വലിയ ഒരു ദൗത്യമാണ് ഓരോ സുവിശേഷകർക്കും കർത്താവ് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്.
ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. ശിഷ്യന്മാർ പ്രസംഗം ആരംഭിച്ചു. അനുതാപത്തിന്റെ സുവിശേഷം. അനുദപിക്കണം, നിങ്ങൾ പാപമേക്ഷിക്കണം, വചനം അനുസരിക്കണം, യേശുവിലേക്ക് വരാൻ അവർ പ്രസംഗിച്ചു. അവര് ആ സുവിശേഷം കേട്ടു. അനേകർ അനുദപിച്ചു. അനേകരിൽ നിന്ന് അവർ പിശാചിനെ പുറത്താക്കി, തൈലം പുരട്ടി അനേകം രോഗികളെ അവർ സൗഖ്യമാക്കിയെന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഓരോ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ദൈവരാജ്യത്തിൻ്റെ വേല ചെയ്യണം, മിഷൻ വേല ചെയ്യണം. നീ മിഷനറിയായിട്ട് മാറണം. ഈ സുവിശേഷം ലോകം മുഴുവൻ എത്തട്ടെ, എല്ലാവരും അറിയട്ടെ. അതിനുവേണ്ടി നമ്മുടെ സമയം, കഴിവ്, സമ്പത്ത്, ജീവൻ, ജീവിതമെല്ലാം വിട്ടുകൊടുക്കാം. മിഷനറിമാർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി, സഭാപിതാക്കന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി എല്ലാം നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ഏറ്റവും ശക്തി പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ച് അവരെയൊക്കെ നമുക്ക് ബലപ്പെടുത്താം, ശക്തിപ്പെടുത്താം. കർത്താവ് നിങ്ങളെല്ലാവരെയും ആത്മാവിനെ നിറയ്ക്കട്ടെ. നമുക്കൊന്നിച്ച് സുവിശേഷ വേലയിൽ മുന്നേറാം. ഞാൻ വർക്ക് ചെയ്യുന്നത് മസ്കറ്റിലാണ്. ഞാൻ ആറ് മാസം മുമ്പ് ജസ്റ്റ് ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ താമസിക്കുന്നതിൻ്റെ അടുത്ത് സ്ഥലത്ത് വെച്ച് നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്ലിപ്പായി വീണതാണ്. കൊച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ കൊച്ചിനെയും കൊണ്ടാണ് വീണത്. അപ്പോൾ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം കൊച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ബാക്കോട്ടാണ് സ്ലിപ്പായത്. പക്ഷെ ഞാൻ ഫ്രണ്ടിലോട്ട് വീണു, മുട്ടുകുത്തി. കൊച്ചിനെയും കൊണ്ടാണ് ഞാൻ വീണത്. പക്ഷേ കൊച്ചിനൊന്നും പറ്റാതെ ദൈവം സഹായിച്ചു. കൊച്ചിനെ ഞാൻ അങ്ങ് ഇരുത്തി. പക്ഷേ എൻ്റെ ഡയറക്റ്റ് ഞാൻ മുട്ടുകുത്തി വീഴുമായിരുന്നു. അപ്പോൾ എൻ്റെ മുട്ടിൻ്റെ ചിരട്ട പൊട്ടി 2 കഷ്ണമായി മാറിപ്പോയായിരുന്നു. അങ്ങനെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് ഇരിക്കുന്ന സമയത്തായിരുന്നു ബ്രദറിൻ്റെ ധ്യാനം നടക്കുന്നതെന്ന് അറിഞ്ഞത്. ആ സമയത്ത് ആണെങ്കിൽ എനിക്ക് പരസഹായമില്ലാതെ ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഈ കാലിലാണെ സ്വാധീനമില്ലാത്തൊരവസ്ഥയായിരുന്നു. 2 ക്രച്ചസ് ഉപയോഗിച്ചാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇതേപോലെ ധ്യാനത്തിന് ഞാനവിടെ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വന്നു നിന്നു. ഇതേപോലെ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ബ്രദർ വന്ന് എന്നോട് എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് എന്നെ ഇതേപോലത്തെ പാസേജിലൂടെ നടത്തി, പള്ളിയുടെ സെൻറ്ററിലൂടെ എന്നെ കൊണ്ട് നടത്തിച്ചു. ഞാൻ 2 ക്രച്ചസും ഉയർത്തിപ്പിടിച്ച് പള്ളിയുടെ സെൻറ്ററിലൂടെ നടന്നു. അതിന് ശേഷം ഇതേവരെ ഞാൻ ആ ക്രച്ചസ് കൈകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് കാലിന് വേദന അങ്ങനെയൊന്നുമില്ല. ഈവൻ വണ്ടി ഓടിക്കുന്നുണ്ട്. കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എവിടെ ഇരിക്കണമെങ്കിൽ കാല് പൊക്കി വെക്കണമായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പം ഞാനത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ്, ലീവിന് വന്നതാണ്. ഭാര്യയും കുടുംബം എല്ലാം വന്നിട്ടുണ്ട്. ദൈവം അതിനും എന്നെ അനുഗ്രഹിച്ചു. അതിനും നന്ദി പറയുന്നു. 2 ക്രച്ചസ് നടന്നുകൊണ്ടൊരു വ്യക്തിയാണ്. അവിടുത്തെ ധ്യാനത്തിന് കർത്താവ് ഹീൽ ചെയ്തു. ക്രച്ചസൊക്കെ ഉയർത്തിപ്പിടിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. പള്ളിക്കകത്ത് നടന്നു. ഒരു അത്ഭുത സൗഖ്യം തന്നെയായിരുന്നു. എൻ്റെ ജോലി മേഖലകളിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയതിനും ലീവിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എനിക്ക് ജോലി പോകും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. പക്ഷേ ബ്രദറിൻ്റെ ധ്യാനം കൂടി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും റിന്യൂവലിന് ചെന്ന് പോയപ്പോൾ ഒരു കുഴപ്പമില്ല, കാല് ഏകദേശം നിനക്ക് ഓക്കെ ആവും എന്നുള്ള സാഹചര്യത്തിൽ മാത്രം നീ ഡ്യൂട്ടിക്ക് വന്നാൽ മതി എന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ നിന്ന് ഒരു ഓർഡർ കിട്ടി. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ജോലിയിൽ തുടരുന്നു ദൈവാനുഗ്രഹത്താൽ. സങ്കീർത്തനം 125:2 പർവ്വതങ്ങൾ ജെറൂസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ ദൈവമായ കർത്താവ് ഇന്നും എന്നേക്കും നിന്നെ വലയം ചെയ്തിരിക്കുന്നു. നമുക്ക് ജോലിയിലും എല്ലായിടത്തും സംരക്ഷണം തരുന്ന ഒരു നല്ലവനായ ദൈവമുണ്ട്, കർത്താവായ യേശു. ഹല്ലേലൂയ. അവരെ നമുക്ക് മഹത്വപ്പെടുത്താം, നന്ദി പറയാം. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.